ഉണ്ടായില്ല. എന്നാൽ യൂണിയൻ ഇടപെട്ട് പരിഹരിച്ച തൊഴിൽ പ്രശ്നങ്ങളാണ് HNC ഹോസ്പിറ്റലിൽ കൂത്തുപറമ്പ് HNC ഫാമിലി ക്ലിനിക്കിൽ തൊഴിലാളികൾക്ക് മിനിമം വേജ് ഉൾപ്പെടെ നിയമമനുസരിച്ചുള്ള ആനുകൂല്യം അനുവദിക്കാത്ത പ്രശ്നം യൂണിയൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും യൂണിയൻ മാനേജ്മെൻറ്റിനും ജില്ലാ ലേബർ ഓഫീസർക്കും പരാതി നൽകുകയുണ്ടായി. ജില്ലാ ലേബർ ഓഫീസർ വിളിച്ചേർത്ത അനുബന്ധന യോഗത്തിൽ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ ആരും തന്നെ പങ്കെടുക്കേണ്ടതില്ല. മാത്രമല്ല, ജില്ലാ ലേബർ ഓഫീസറോട് ഫോണിൽ മാനേജ്മെൻറ്റ് പ്രതിനിധി സംസാരിച്ചത് യൂണിയനുമായിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് അർഹതപ്പെട്ട വേതനം പോലും നൽകാതെ അവരെ ചൂഷണം ചെയ്യുകയും അവരെ ഭീഷണിപ്പെടുത്തി കിട്ടാതെ ആനുകൂല്യങ്ങൾ ലഭിച്ചതായി എഴുതി വാങ്ങിക്കുകയും ചെയ്ത മാനേജ്മെൻറ്റ് സമീപന രീതി ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ട്രേഡ് യൂണിയനുമായി ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന സമീപനം നീതീകരിക്കാൻ കഴിയില്ലെന്നും ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി സമ്മർദ്ദത്തിലാക്കി എഴുതി വാങ്ങിച്ച നെട്ടൂരം വെച്ച് സുഖമായി സ്ഥാപനം നടത്താമെന്ന് കരുതേണ്ടതില്ല എന്നും യൂണിയൻ ഉന്നയിച്ച തൊഴിൽ പ്രശ്നം 18-24 ലീവുമായി പരിഹരിക്കാത്ത പക്ഷം സ്ഥാപനത്തിന് മുന്നിൽ പ്രത്യക്ഷ ശ്രമം നടത്തുന്നതെന്ന് കാണിച്ച് യൂണിയൻ മാനേജ്മെൻറ്റ് നോട്ടീസ് അയക്കുകയും ചെയ്തു. തുടർന്ന് മാനേജ്മെൻറ്റ് യൂണിയനെ ചർച്ചയ്ക്ക് വിളിക്കുകയും യൂണിയൻ പ്രസിഡന്റ് പി ഹരികൃഷ്ണന്റെ സാന്നിധ്യത്തിൽ കൂത്തുപറമ്പ് വെച്ച് സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റുമായി ധാരണയിലെത്തുകയും അതിനുശേഷം 24/8/20 ജില്ലാ ലേബർ ഓഫീസർ സി വിനോദ്കുമാറിൻ്റെ സാന്നിധ്യത്തിൽ യൂണിയൻ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടും തൊഴിലാളികളെ എഴുതി കൊടുത്ത കടലാസ് യൂണിയനെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് പ്രശ്നം ഒത്തുതീർപ്പെടുത്തിക്കുകയും ആണ് ചെയ്തത്. കൊയ്ലി ഹോസ്പിറ്റൽ സ്വകാര്യ ആശുപത്രി ജീവനക്കാർക്ക് ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ യൂണിയന് പുറമെ INA, INTC, BMS, KTP എന്നീ സംഘടനകൾ സംയുക്തമായി ജില്ലാ ലേബർ ഓഫീസർക്ക് പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് സ്ഥാപനത്തിൽ ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ ജോലി ചെയ്യുന്ന 2 തൊഴിലാളികൾക്ക് ജോലി നിഷേധിച്ചത്. ജോലി നിഷേധിച്ച തൊഴിലാളികൾക്ക് തുടർന്ന് ജോലി നൽകണമെന്ന ആവശ്യം കൂടി ലേബർ ഓഫീസറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. പ്രശ്നം പരിഹരിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ജില്ലാ ലേബർ RJLC കൊടുക്കുകയാണ് ഉണ്ടായത്. RJLCയുടെ നേതൃത്വം നടന്ന ചർച്ചയിൽ തൊഴിലാളികൾ തിരിച്ചെടുക്കുന്നത് ഉൾപ്പെടെ എല്ലാ പ്രശ്നത്തിലും ഒത്തുതീർപ്പുണ്ടാവുകയും ചെയ്തു. എന്നാൽ ഒത്തുതീർപ്പ് വ്യവസ്ഥ അനുസരിച്ച് തൊഴിലാളികൾ ജോലിക്ക് പോയപ്പോൾ 6 മാസം കാലാവധിക്ക് എഴുതി തന്നാൽ മാത്രമേ ജോലി നൽകുകയുള്ളൂ എന്ന് പറഞ്ഞ് ജോലി നിഷേധിക്കുന്ന ആണ് ഉണ്ടായത്. കരാർ ലംഘനത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭ സമരം നടത്താൻ യൂണിയൻ തീരുമാനിക്കുകയും ആദ്യ വഴിയെന്ന നിലയിൽ സൂചനാ സത്യാഗ്രഹം നടത്തി. സൂചനാ സത്യാഗ്രഹം യൂണിയൻ പ്രസിഡന്റ് പി ഹരികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രശ്നം പരിഹരിക്കാൻ മാനേജ് തയ്യാറാകുന്നതിനെ തുടർന്ന് യൂണിയൻ സമരസഹായ സമിതി രൂപീകരിക്കുകയും ചെയ്തു. എന്നാൽ സമരത്തോട് ആദ്യഘട്ടത്തിൽ സഹകരിച്ച BMS നഴ്സിംഗ് യൂണിയനായ INAയും സമരത്തിൽ നിന്ന് പിന്മാറുന്ന സ്ഥിതി ഉണ്ടായി. മാത്രമല്ല, മാനേജ്മെന്റ് ഒത്താശയോടുകൂടി സമര പോരാട്ടത്തിൽ ഏർപ്പെട്ട തൊഴിലാളികളെയും യൂണിയൻ നേതാക്കളെയും കുറിച്ച് വ്യാജ പ്രചരണം നടത്തുകയും ഹോസ്പിറ്റൽ സംരക്ഷണ സമിതി എന്ന പേരിൽ ഒരു നോട്ടീസ് തയ്യാറാക്കി തൊഴിലാളികളുടെ വിതരണം ചെയ്യുകയും ഉണ്ടായി. എന്നാൽ അവയൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് CITയുടെ നേതൃത്വത്തിൽ വർഗ ബഹുജന സംഘടനകൾ ഒറ്റക്കെട്ടായി കൊയ്ലി ഹോസ്പിറ്റലിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുകയുണ്ടായി. ധർണ CIT സംസ്ഥാന സെക്രട്ടറി KP സദൻ ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം RJLC വീണ്ടും കൺസൾട്ടേഷൻ വിളിച്ച് ഏർപ്പെടുകയും തൊഴിലാളികൾ ജോലി സ്ഥിരത ഉറപ്പുവരുത്തിക്കൊണ്ട് പ്രശ്നം പരിഹരിക്കുകയുമാണ് ഉണ്ടായത്. മിഷൻ ഹോസ്പിറ്റൽ തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ വാസുദേവന്റെ പേഷ്യൻ്റായ ശ്രീ മുകേഷ് എന്നവർക്ക് OPയിൽ രജിസ്റ്റർ ചെയ്യാതെ ഇഞ്ചക്ഷൻ എടുക്കാൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ശ്രീമതി KKDജിയോട് അവിടുത്തെ ഡോക്ടർ വാസുദേവൻ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇഞ്ചക്ഷൻ എടുക്കുകയും ചെയ്തു. ആയതിൻ്റെ പേരിൽ സ്ഥാപനത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ DA സർവീസിൽ നിന്നും തിരിച്ചുവിട്ടു. സ്ഥാപനത്തിലെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചതിൻ്റെ പേരിൽ ജോലിയിൽ നിന്ന് തിരിച്ചുവിട്ട നടപടി നീതീകരിക്കാൻ കഴിയില്ലെന്നും അതുകൊണ്ട് പ്രസ്തുത രീതിക്ക് തുടർന്ന് ജോലി നൽകണമെന്നും യൂണിയൻ നിർദ്ദേശിച്ചു. എന്നാൽ മാനേജ്മെന്റ് നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചത്. നിരവധി തവണ ചർച്ച നടത്തിയെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ മാനേജ്മെന്റ് തയ്യാറാവുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. പ്രശ്നത്തിൽ ശക്തമായ പ്രക്ഷോഭ ശ്രമം നടത്താൻ യൂണിയൻ തീരുമാനിക്കുകയും ആദ്യപടിക്കുന്ന നിലയിൽ വർഗബഹുജന സംഘടനകളുടെ സഹായത്തോടെ സ്ഥാപനത്തിൽ നിന്ന് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. തുടർന്ന് ചർച്ചയിൽ ശ്രീമതി KKDജിയെ തിരിച്ചെടുത്തുകൊണ്ട് ഒത്തുതീർപ്പാകുകയും ചെയ്തു. തളിപ്പറമ്പ് നഴ്സിംഗ് ഹോം TNH എന്ന സ്ഥാപനം
ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമല്ല. ജീവനക്കാർക്ക് മാസവേതനം കൃത്യമായി നൽകാറില്ല. 4 മാസത്തോളം വേതന കുടിശ്ശികയായി കിടക്കുന്ന സ്ഥിതിയായിരുന്നു. ഈ ഒരു പരിസ്ഥിതിയിലാണ് മാനേജ്മെന്റ് തൊഴിലാളികളോടൊന്നും ആലോചിക്കാതെ സ്ഥാപനം നൃത്തം ചെയ്തത്. ഉത്തരവാദപ്പെട്ടവർ ആരും തന്നെ പിന്നീട് സ്ഥാപനത്തിൽ വരികയോ ജീവനക്കാരുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് തൊഴിലാളികൾ യൂണിയനെ സമീപിക്കുന്നത്. യൂണിയൻ പലതവണ ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ ടെലിഫോണിൽ വിളിച്ചെങ്കിലും ആരും തന്നെ പ്രതികരിക്കാത്ത പശ്ചാത്തലത്തിൽ രേഖാമൂലം മാനേജ്മെന്റിൽ ജില്ലാ ലേബർ ഓഫീസർക്ക് നോട്ടീസ് അയക്കുകയുണ്ടായി. അതിനുശേഷം ഡയറക്ടർ ബോർഡ് അംഗം വി കെ ഷാജഹാൻ യൂണിയനുമായി ചർച്ചയ്ക്ക് വരികയും ആയതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിലെ തൊഴിലാളികളെയും കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ചർച്ച നടത്താൻ തയ്യാറാവുകയും അതനുസരിച്ച് കണ്ണൂർ ശ്രീകണ്ഠൻ സ്മാരക മന്ദിരത്തിൽ വെച്ച് 27/5/24 ചർച്ച നടത്തുകയും ഒത്തുതീർപ്പാവുകയും ചെയ്തു. ഒത്തുതീർപ്പ് വ്യവസ്ഥയനുസരിച്ച് വേതന കുടിശ്ശിക ഇനത്തിൽ 26/24 ഒരു മാസത്തെ വേതനവും ബാക്കി മാസങ്ങളുടെ വേതനം 27/24 പൂർണ്ണമായി നൽകുന്നതിന് സർവീസ് സർട്ടിഫിക്കറ്റ് 5/6/24 നൽകാനും മാനേജ്മെന്റ് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ വേതന കുടിശ്ശിക ഒത്തുതീർപ്പ് വ്യവസ്ഥയനുസരിച്ച് 27/24 ഒത്തുതീർക്കാൻ മാനേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല. അതിനെ സംബന്ധിച്ച് ഇവരെ നിരന്തരം ഡയറക്ടർ ബോർഡ് അംഗം ഷാജഹാനോട് സംസാരിച്ചെങ്കിലും അദ്ദേഹം അല്പം സാവകാശം വേണമെന്നും ഉടനെ തന്നെ കൊടുത്തു തീർക്കാമെന്നും എന്നാണ് പറയാറ്. പൊതുവെ നല്ല സമീപനമായിരുന്നു യൂണിയനോട് ശ്രീ ഷാജഹാൻ അനുവർത്തിച്ചു വന്നിരുന്നു. എന്നാൽ അടുത്ത ദിവസം യൂണിയൻ്റെ തളിപ്പറമ്പ് ഏരിയ സെക്രട്ടറി സാന്നിധ്യത്തിൽ വീണ്ടും ഡയറക്ടർ ബോർഡ് അംഗം ഷാജഹാനെ വിളിച്ചപ്പോഴാണ് പറയുന്നത്, തൊഴിലാളികൾക്ക് നൽകേണ്ട എല്ലാ കുടിശ്ശികയും തീർത്തു കൊടുത്തുകൊണ്ട് തൊഴിലാളികൾ താങ്കളെ അറിയിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടായി. പ്രശ്നത്തിൽ ഇടപെട്ട ഏരിയ സെക്രട്ടറിയോടോ ജില്ലാ സെക്രട്ടറിയോ കുടിശ്ശിക പൂർണ്ണമായി ലഭിച്ച വിവരം തൊഴിലാളികൾ ആരും തന്നെ അറിയിച്ചില്ല. ഇതാണ് TNH ഹോസ്പിറ്റലിലെ തൊഴിലാളികളുടെ നീതിബോധം. കണ്ണൂർ കമ്പിലെ KLIC ഹോസ്പിറ്റലിൽ KNMS ജോലി നിഷേധിച്ച നന്ദിനിയുടെ ആനുകൂല്യം സംബന്ധിച്ചുള്ള തർക്കം യൂണിയനും മാനേജ്മെന്റും ജില്ലാ ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ 2024 മാർച്ച് 1 നടന്ന ചർച്ചയിൽ ഒത്തുതീർപ്പ് വ്യവസ്ഥയിലെ പ്രസ്തുത തൊഴിലാളികൾക്ക് തിരിച്ചുകൊണ്ടൽ ആനുകൂല്യമായി 1 ലക്ഷം രൂപ സമ്മതിക്കുകയും അതിന് നൽകുകയും ചെയ്തിട്ടുണ്ട്. കണ്ണൂർ ടൗണിൽ പ്രവർത്തിച്ചു വരുന്ന ബ്രദേഴ്സ് മെഡിക്കൽ എന്ന സ്ഥാപനത്തിൻ്റെ സെയിൽസ് കുമാരി സിനിയൻ അവരെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയ പ്രശ്നത്തിൽ യൂണിയൻ ഇടപെടുകയും തിരിച്ചുകൊണ്ടൽ ആനുകൂല്യം എന്നതിൽ 80,000 രൂപ നൽകുകയും ചെയ്തു. അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. മട്ടന്നൂർ ആശയ ഹോസ്പിറ്റലിൽ ഹൗസ് കീപ്പിംഗ് തസ്തികയിൽ ജോലി ചെയ്യുന്ന ശ്രീമതി മാലതി സുരേന്ദ്രനെ ജോലിയിൽ നിന്ന് ഒഴിവാക്കിയ പ്രശ്നത്തിൽ യൂണിയൻ ഇടപെടുകയും തിരിച്ചുകൊണ്ടൽ ആനുകൂല്യം എന്ന നിലയിൽ മാനേജ്മെന്റ് 75,000 രൂപ നൽകുകയും പ്രശ്നം പരിഹരിക്കുകയാണ് ചെയ്തത്. തലശ്ശേരി സ്റ്റാൻലി ഫാർമസിലെ സെയിൽസ് അസിസ്റ്റന്റ് തസ്തികയിൽ ജോലി ചെയ്യുന്ന ഈ വിചിത്ര സ്ഥാപനത്തിൽ നിന്നും രാജിവെച്ചതിനെ തുടർന്ന് അവർക്ക് നിയമപരമായി ലഭിക്കേണ്ട ആനുകൂല്യം യൂണിയനും സ്ഥാപനത്തോട് നേരിട്ട് ചർച്ച ചെയ്ത് പരിഹരിച്ചു. ഒത്തുതീർപ്പ് വ്യവസ്ഥ 50,000 രൂപ നൽകാൻ ഉടമ സമ്മതിക്കുമായത് വിചിത്രക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്ത്യാനിറ്റി ഹോസ്പിറ്റലിൽ ശമ്പള കുടിശ്ശിക ലഭിക്കാതെ ശ്രീമതി ഡെയ്സി CJ, ശ്രീമതി ജയറാണി എന്നിവർക്ക് യൂണിയനും മാനേജ്മെന്റും ജില്ലാ ലേബർ സാന്നിധ്യത്തിൽ വെച്ചാണ് ചർച്ചയിൽ പരിഹരിച്ചു. ഒത്തുതീർപ്പ് വ്യവസ്ഥയനുസരിച്ച് കുടിശ്ശിക ലഭിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ആശീർവാദ് ഹോസ്പിറ്റലിൽ റിട്ടയർ ചെയ്ത വാസന്തിക്കും കുടിശ്ശിക ലഭിക്കാതെ പ്രശ്നം യൂണിയൻ സ്ഥാപനത്തിൽ ജനറൽ മാനേജറുമായി പരിഹരിച്ചിട്ടുണ്ട്. ക്രിസ്ത്യാനിറ്റി ഹോസ്പിറ്റലിൽ 3 വർഷമായി അറ്റൻഡർ തസ്തികയിൽ ജോലി ചെയ്തിരുന്ന അശ്വിൻ ഗിരി തന്നെ യൂണിയൻ ഇടപെട്ട് സ്ഥിരപ്പെടുത്തി. അനാമയ ഹോസ്പിറ്റലിൽ പയ്യന്നൂരിലുള്ള അനാമയ ഹോസ്പിറ്റൽ ജീവനക്കാർക്ക് മിനിമം വേജ് ലഭിച്ചിരുന്നില്ല. ശമ്പള പരിഷ്കരണ കുടിശ്ശിക സംബന്ധിച്ച് മാനേജ്മെന്റ് അസോസിയേഷൻ യൂണിയൻ ജില്ലാ ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ വെച്ച് ഒത്തുതീർപ്പുണ്ടാക്കുകയും ആയത് പ്രകാരം 8 ഗഡുക്കളായി നൽകാൻ തീരുമാനിച്ചെങ്കിലും മിനിമം വേജ് പോലും നൽകാൻ കഴിയാത്ത സ്ഥാപനമാണ് അനാമയ ഹോസ്പിറ്റൽ. ഈ സംബന്ധിച്ച് ജില്ലാ ലേബർ ഓഫീസറുടെ മുമ്പാകെ യൂണിയൻ പരാതി നൽകുകയും അതിൽ നിരവധി തവണ ചർച്ച നടത്തിയെങ്കിലും തീരുമാനമാകാത്ത അവസ്ഥയാണ് ഉണ്ടായത്. സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ മോശമാണെന്നും മെച്ചപ്പെട്ടാൽ മാത്രമേ മിനിമം വേജും ശമ്പള കുടിശ്ശികയും കൊടുത്തു തീർക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ്
മാനേജ്മെന്റ് പ്രതിനിധികൾ ജില്ലാ ലേബർ ഓഫീസറുടെ മുമ്പാകെ അവതരിപ്പിച്ചത്. അതിനുശേഷം നടന്ന ചർച്ചയിൽ മാനേജ്മെന്റ് പ്രതിനിധി പറഞ്ഞത് സ്ഥാപനം മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സ്ഥിതിയാണ് വന്നു ചേർന്നിട്ടുള്ളതെന്നും ആയതിനാൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കൈമാറാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും കൈമാറുന്ന സമയത്ത് മിനിമം വേജ് ഉൾപ്പെടെയുള്ള എല്ലാ ബാധ്യതകളും കൊടുത്തു തീർക്കാമെന്ന് ലേബർ ഓഫീസറുടെ മുമ്പാകെ ബോധിപ്പിക്കുകയുണ്ടായി. സ്ഥാപനം കൈമാറുമ്പോൾ സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ച് ജില്ലാ ലേബർ ഓഫീസർ വിശദീകരിക്കുകയുണ്ടായി. നിലവിലെ മാനേജ്മെന്റും ഏറ്റെടുക്കുന്ന സ്ഥാപനത്തിന്റെ മാനേജ്മെന്റും യൂണിയനും ജില്ലാ ലേബർ ഓഫീസറുടെ മുമ്പാകെ ആയിരിക്കണം എഗ്രിമെന്റ് ഉണ്ടാക്കേണ്ടത്. പ്രസ്തുത എഗ്രിമെന്റ് തൊഴിലാളികളുടെ ജോലി സ്ഥിരത ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും വ്യക്തത ഉണ്ടാവണമെന്നും പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിരിയാണ് ഉണ്ടായത്. പിന്നീട് നടന്ന ചർച്ചയിൽ ഏറ്റെടുക്കുന്ന സ്ഥാപനത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ വരികയുണ്ടായി. സ്ഥാപനം ഇപ്പോൾ ഏറ്റെടുക്കുന്നില്ലെന്നും ചർച്ച നടന്ന് വരുന്നതേ ഉള്ളൂ എന്നും അദ്ദേഹം ജില്ലാ ലേബർ ഓഫീസറുടെ മുമ്പാകെ അവതരിപ്പിച്ചു. അതിനുശേഷം ചർച്ച അവസാനിച്ച് പിരിയാണ് ഉണ്ടായത്. തുടർന്ന് ജില്ലാ ലേബർ ഓഫീസർ 23/12/24 വിളിച്ചേർത്ത കൺസലേഷൻ സ്ഥാപനത്തിലെ മുഴുവൻ തൊഴിലാളികൾക്ക് മിനിമം വേജ് പൂർണ്ണമായും നടപ്പിലാക്കുമെന്നും മാനേജ്മെന്റ് സമ്മതിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രശ്നം പരിഹരിക്കുവാനുണ്ടായിരുന്നു. ചുരുക്കത്തിൽ വെച്ചാൽ അത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഏറ്റെടുക്കില്ല എന്നാണ് പറഞ്ഞത്. പ്രസ്തുത സ്ഥാപനത്തിലെ ഫാർമസിസ്റ്റ് KT രവീന്ദ്രനെ തൊഴിൽ തർക്കം സംബന്ധിച്ച് യൂണിയനെ സമീപിക്കുകയും മാനേജ്മെന്റിനെ സംസാരിച്ചപ്പോൾ ഫാർമസിസ്റ്റ് അസോസിയേഷൻ ഇടപെട്ട് സംസാരിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നീട് ഫാർമസിസ്റ്റ് അസോസിയേഷനിൽ നിന്ന് രാജി വെച്ചെന്നും അതുകൊണ്ട് പ്രശ്നത്തിൽ ഇടപെടണമെന്നും യൂണിയന് കത്ത് നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ യൂണിയൻ മാനേജ്മെന്റായി ചർച്ച ചെയ്ത് പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേ ഹോസ്പിറ്റലിൽ തന്നെ മൈക്രോബയോളജി തസ്തികയിൽ ജോലി ചെയ്തു വന്ന സിംഗ് KV ആതിരയ്ക്ക് ജോലി നിശ്ചയിച്ച പ്രശ്നം യൂണിയൻ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ തന്നെ 17/12/22 സിംഗ് KV ആതിരയ്ക്ക് ജോലി തുടർന്ന് നൽകണമെന്നും ജോലി നഷ്ടപ്പെട്ട ദിവസങ്ങളിലെ വേതനം അനുവദിച്ചു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാനേജ്മെന്റ് ജില്ലാ ലേബർ ഓഫീസർക്കും യൂണിയൻ നോട്ടീസ് നൽകുകയും ജില്ലാ ലേബർ ഓഫീസർ 19/12/22 തീയതികളിൽ കൺസലേഷൻ വിളിച്ചു ചേർത്തെങ്കിലും മാനേജ്മെന്റ് നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചത്. 13/1/23 ചർച്ച പരാജയപ്പെട്ട സാഹചര്യത്തിൽ 31/1/23 സ്ഥാപനത്തിന് മുമ്പിൽ ഒരു പ്രതിഷേധ കൂട്ടായ്മ നടത്താൻ അടുത്തനാണെന്ന് കാണിച്ച് 18/1/23 മാനേജ്മെന്റ് നോട്ടീസ് അയക്കുകയും ജില്ലാ ലേബർ ഓഫീസർ 30/1/23 കൺസലേഷൻ വിളിച്ചു ചേർക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അതിനുശേഷം മാനേജ്മെന്റ് യൂണിയനുമായി നേരിട്ട് ചർച്ച നടത്താൻ തയ്യാറാവുകയും ജോലി നിശ്ചയിച്ച KV യാദവിന്റെ താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് പ്രശ്നം ഒത്തുതീർപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഒത്തുതീർപ്പ് അനുസരിച്ച് ഒരു മാസത്തെ ശമ്പളം 20,000 രൂപയും തിരിച്ചുവിടൽ നഷ്ടപരിഹാരം 60,000 രൂപയും കൂടി 80,000 രൂപ മാനേജ്മെന്റ് അനുവദിക്കും ആയത് അത് ചെയ്തിട്ടുണ്ട്. തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ലേബർ ഓഫീസറുടെ മുമ്പാകെയുള്ള പരാതി പിൻവലിക്കുകയാണ് ഉണ്ടായത്. SM ഹോസ്പിറ്റലിലെ കണ്ണൂർ SM ഹോസ്പിറ്റലിലെ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ലഭിക്കാത്ത പ്രശ്നം തൊഴിലാളികൾ യൂണിയനെ അറിയിക്കുകയും ആയതിനെ സംബന്ധിച്ച് 15/2/24 യൂണിയൻ മാനേജ്മെന്റ് ജില്ലാ ലേബർ ഓഫീസർ പരാതി നൽകുകയും ചെയ്തു. ജില്ലാ ലേബർ ഓഫീസർ 2/3/24 കൺസലേഷൻ വിളിച്ചു ചേർത്തെങ്കിലും മാനേജ്മെന്റ് പ്രതിനിധികൾ ആരും തന്നെ ഹാജരാകുകയുണ്ടായില്ല. എന്നാൽ 10/3/24 സ്ഥാപനത്തിലെ മാനേജിംഗ് പാർട്ണർ ജില്ലാ ലേബർ ഓഫീസർക്ക് ഒരു കത്ത് നൽകുന്നുണ്ടായി. കത്തോടൊപ്പം 8/3/24 സ്ഥാപനത്തിൽ തൊഴിലാളികൾ ജില്ലാ ലേബർ ഓഫീസർക്ക് നൽകിയ കത്തിൻ്റെ കോപ്പിയും വെച്ചിട്ടുണ്ടായി. തൊഴിലാളികൾ ജില്ലാ ലേബർ ഓഫീസർക്ക് നൽകിയ കത്തിൽ പറയുന്നത് താഴെ വിവരിക്കും പ്രകാരമാണ്. അത് തൊഴിലാളികൾ ജില്ലാ ലേബർ ഓഫീസർക്ക് നൽകിയ കത്ത് ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ വിഷയം ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായി ഞങ്ങൾ യോഗം ചേർന്ന് തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസങ്ങളിലെ ശമ്പള കുടിശ്ശികയൊന്നും ക്ലെയിം ചെയ്യാൻ ഞങ്ങൾ
ആഗ്രഹിക്കുന്നില്ല എന്നാണ്. തൊഴിലാളികളുടെ മേൽ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ SMOസിലെ കുടിശ്ശിക സംബന്ധിച്ചുള്ള തൊഴിൽ തർക്കം അവസാനിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് തൊഴിലാളികൾക്ക് ദൗർബല്യം ഉണ്ടായാൽ ആ ബലഹീനത മാനേജ്മെന്റ് ചൂഷണം ചെയ്യപ്പെടും എന്നാണ്. വാസനയ്ക്കാർ ഹോസ്പിറ്റൽ, കണ്ണൂരിലെ വാസനയ്ക്കാർ ഹോസ്പിറ്റൽ യാതൊരു കാരണമോ മുന്നറിയിപ്പോ കൂടാതെ 18/1/24 അടച്ചിടാൻ തീരുമാനിക്കുകയും നിയമാനുസൃതമായ ആനുകൂല്യം നൽകുന്നതായിരിക്കുമെന്നും 24/1/24 സ്ഥാപനം ബിൽഡിങ്ങിന്റെ ഉടമയ്ക്ക് കൈമാറേണ്ടതാണെന്നും കാണിച്ചുകൊണ്ടുള്ള വാട്സപ്പ് മെസ്സേജാണ് സ്ഥാപനത്തിലെ മുഴുവൻ തൊഴിലാളികൾക്കും അയക്കുകയുണ്ടായി. എന്നാൽ നിയമാനുസൃതമായ ആനുകൂല്യത്തെ സംബന്ധിച്ച് തീരുമാനമാകാത്ത പരിസ്ഥിതി തൊഴിലാളികൾ യൂണിയനെ സമീപിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ യൂണിയൻ സ്ഥാപനത്തിലെ മുഴുവൻ തൊഴിലാളികളുടെ യോഗം വിളിച്ചേർക്കുകയും തൊഴിലാളികളുടെ അഭിപ്രായം അറിയുകയും അതനുസരിച്ച് മാനേജ്മെന്റിന് ജില്ലാ ലേബർ കമ്മീഷൻ നോട്ടീസ് അയക്കുകയും ചെയ്തു. നോട്ടീസിൽ ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തൊഴിലാളികൾക്ക് നൽകേണ്ട എല്ലാ ആനുകൂല്യങ്ങളും അനുവദിച്ചു കൊടുക്കണമെന്നായിരുന്നു. ജില്ലാ ലേബർ ഓഫീസിൽ കൺസലേഷൻ വിളിച്ചേർക്കുകയും പ്രസ്തുത കൺസലേഷൻ മാനേജ്മെന്റ് നിയമാനുസരിച്ചുള്ള ആനുകൂല്യങ്ങളെല്ലാം തന്നെ സ്ഥാപനം അടച്ചിടുന്നതിന് മുമ്പ് നൽകുന്നതാണെന്ന് ജില്ലാ ലേബർ ഓഫീസറുടെ സാന്നിധ്യം എന്ന ചർച്ചയിൽ തീരുമാനമാവുകയും അതനുസരിച്ച് തൊഴിലാളികൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. തലശ്ശേരി ടെലി ഹോസ്പിറ്റലിൽ ഫാർമസി അസിസ്റ്റന്റായി ജോലി ചെയ്തിരുന്ന ശ്രീ PC ദേവദാസന് 2020-21 വർഷം ലഭിക്കേണ്ടുന്ന ബോണസിലെ കുറവ് വന്ന 1197 രൂപ മാനേജ്മെന്റും യൂണിയൻ നേരിട്ട് ചർച്ചയിൽ പരിഹരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പുസ്തക ദേവദാസനെ 1290 രൂപ നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ ശമ്പള കുടിശ്ശിക അനുവദിക്കാത്ത പ്രശ്നവും ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട്. കണ്ണൂർ കൊല്ലി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന രജിഷ അശോക് എന്നിവരെ സ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂണിയൻ മാനേജ്മെന്റ് ജില്ലാ സെക്രട്ടറിയും കത്തയച്ച് നോട്ടീസ് അയക്കുകയും സ്ഥാപനത്തിൻ്റെ മാനേജറുമായി ടെലിഫോണിൽ വിളിച്ച് സംസാരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രസ്തുത തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തിയിരിക്കുകയുണ്ട്. തലശ്ശേരി മലബാർ സെൻട്രൽ സൊസൈറ്റിയുടെ കീഴിൽ ജോലി ചെയ്തു വന്ന തൊഴിലാളികളുടെ വേതന വർധന സംബന്ധിച്ചും ആഴ്ചയിൽ ഒരു ദിവസത്തെ ശമ്പളത്തോടു കൂടിയ അവധിയും വിരമിക്കൽ പ്രായം സംബന്ധിച്ച് സൊസൈറ്റി ഭരണസമിതി യൂണിയൻ തമ്മിൽ 2025 ജനുവരി 22 നടന്ന ചർച്ചയിൽ തൊഴിലാളികൾക്ക് ഗുണകരമായ ഒരു തീരുമാനത്തിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ആയത് ചുവടെ കൊടുക്കുന്നു. ആഴ്ചയിൽ ഒരു ദിവസത്തെ ശമ്പളത്തോടുകൂടിയുള്ള അവധി നൽകാൻ മാസത്തിൽ 500 രൂപ വേതന വർധനവ് നൽകാൻ തീരുമാനിച്ചു. 56 വയസ്സ് കഴിഞ്ഞാൽ വിരമിക്കണമെന്ന നിർദ്ദേശത്തിൽ ഇളവ് അനുവദിക്കുന്നതാണെന്ന് മാനേജ്മെന്റ് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. തലശ്ശേരി കോൺഗ്രസ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ജിന്ദു MD, അശ്വി KC, നിതിൻ കുമാർ J എന്നീ തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 26/24 മാനേജ്മെന്റ് ജില്ലാ ലേബർ ഓഫീസർക്കും യൂണിയൻ പരാതി നൽകുകയുണ്ടായി. ആയത് സംബന്ധിച്ച് ജില്ലാ ലേബർ ഓഫീസർ 2024 ജൂലൈ മാസം 22-ാം തീയതി കൺസലേഷൻ വിളിച്ചേർക്കുകയും പ്രസ്തുത കൺസലേഷൻ വെച്ച് ചർച്ച നടത്തുകയും 3 തൊഴിലാളികളും സ്ഥാപനത്തെ സ്ഥിരപ്പെടുത്താൻ മാനേജ്മെന്റ് സമ്മതിക്കുകയും ചെയ്ത് പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. ആശീർവാദ് ബസിലെ റിസപ്ഷനിസ്റ്റ് തസ്തികയിൽ ജോലി ചെയ്തു വന്ന PJKM എന്നിവർ ഡിസ്ചാർജ് തുക പൂർണ്ണമായും മാനേജ്മെന്റിനെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് ആരോപിച്ച് ഷോക്കോസ് നോട്ടീസ് നൽകി നടപടി സ്വീകരിച്ച വിഷയം 4/22 ജൂലൈ ഇടപെട്ട് പരിഹരിച്ചിട്ടുണ്ട്. ഇതേ ഹോസ്പിറ്റലിലെ 2 വർഷത്തിന് മുകളിൽ ജോലി ചെയ്തു വന്ന 12 ജീവനക്കാരെ 5/3/21 സ്ഥിരപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഡൻവൻസി ഹോസ്പിറ്റലിൽ 2 വർഷത്തിൽ ജോലി ചെയ്യുന്ന 8 ജീവനക്കാരെ 1/12/21 യൂണിയൻ ഇടപെട്ട് സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്നുള്ള ആശയ ഹോസ്പിറ്റലിലെ ഹൗസ് കീപ്പിംഗ് ജോലി ചെയ്യുന്ന മാലതിയെ മാലതി സുരേന്ദ്രൻ ജോലിയിൽ നിന്നും ഒഴിവാക്കിയ പ്രശ്നം യൂണിയൻ ഇടപെടുകയും രക്ഷപ്പെട്ട ആനുകൂല്യങ്ങൾ 75,000 രൂപ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. യൂണിയനെ പരാതി ബോധിപ്പിച്ച ജില്ലയിലെ മുഴുവൻ തൊഴിലാളികൾക്കും മിനിമം വേതന കുടിശ്ശിക മാനേജ്മെന്റുമായി ചർച്ച ചെയ്ത് പരിഹരിച്ചിട്ടുണ്ട്. മെഡിക്കൽ ഷോപ്പിലെ മിനിമം വേജ് ഉത്തരവ് മെഡിക്കൽ ഷോപ്പുകളിലെ ജീവനക്കാരുടെ മിനിമം വേജ് സംബന്ധിച്ച് ഉള്ള കരട് നിർദ്ദേശത്തിന്മേലുള്ള ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും പരിഗണിച്ച ശേഷം
മിനിമം വേതന ഉപദേശ സമിതിയുടെ ഉപദേശങ്ങളും പരിഷ്കരണങ്ങളും കേരള സർക്കാർ സംസ്ഥാനത്തെ മെഡിക്കൽ ഷോപ്പുകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് നൽകേണ്ട ഏറ്റവും കുറഞ്ഞ കൂലി 2024 നവംബർ 23 ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ പുതുക്കി നിശ്ചയിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ മെഡിക്കൽ ഷോപ്പ് ഉടമകൾ ആയത് നടപ്പിലാക്കാത്തതിനെ തുടർന്ന് യൂണിയൻ മാനേജ്മെന്റിന് ഡിമാൻഡ് നോട്ടീസ് ആക്കിയിട്ടുണ്ടായി. ജില്ലാ ലേബർ ഓഫീസർ വിളിച്ചേർത്ത കൺസൾട്ടേഷനിൽ മിനിമം വേജിനെ സംബന്ധിച്ച് ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയില്ലെന്നും അതിനാൽ മിനിമം വേജ് നൽകണമെന്നും സ്ഥാപന ഉടമകളോട് ജില്ലാ ലേബർ ഓഫീസർ നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. പിന്നീട് മെഡിക്കൽ ഷോപ്പ് ഉടമകളുടെ സംഘടനയായ AKCD യൂണിയനെ സമീപിക്കുകയും അല്പം സാവകാശം വേണമെന്ന് അപേക്ഷിക്കുകയുണ്ടായി. തുടർന്ന് മെഡിക്കൽ ഷോപ്പ് തൊഴിലാളികളുടെ ജില്ലാ കൺവെൻഷൻ വിളിച്ചു ചേർക്കുകയും തൊഴിലാളികളുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്തുകൊണ്ട് അല്പം സാവകാശം നൽകിക്കൊണ്ട് 2025 മാർച്ച് 10 പ്രശ്നം പരിഹരിക്കാൻ ചെയ്തു. ചർച്ചയിലെടുത്ത തീരുമാനങ്ങൾ ചുവടെ കൊടുക്കും. 2024 ഒക്ടോബർ മാസത്തെ മൊത്തവേതനം 2024 നവംബർ മാസത്തെ പുതുക്കിയ മൊത്തവേതനവും തമ്മിലുള്ള വ്യത്യാസം 3 ഘട്ടങ്ങളായി കൊടുത്തു തീർക്കാൻ ധാരണയായി. അതുപ്രകാരം ഒരു മാസത്തെ ഒന്നാമത്തെ ഗഡു 50%, 2025 ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പവും രണ്ടാമത്തെ ഗഡു 25%, 2022 ഒക്ടോബർ മാസത്തെ ശമ്പളത്തോടൊപ്പം ബാക്കി 25% 2026 ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടു കൂടി കൊടുത്ത് തീർക്കാൻ ധാരണയാവുകയാണ് ചെയ്തത്. ബോണസ് എല്ലാ വർഷവും ബോണസിന് വേണ്ടി യൂണിയൻ ഡിമാൻഡ് നോട്ടീസ് നൽകുകയും ജില്ലാ ലേബർ ഓഫീസറുടെ സാന്നിധ്യത്തിൽ നടന്നു വരുന്ന അന്തരാള ചർച്ച തീരുമാനം ഉണ്ടാകാറാണ് പതിവ്. 2021-22, 2022-23, 2023-24 സാമ്പത്തിക വർഷത്തിൽ കണ്ണൂർ ജില്ലയിലെ മെഡിക്കൽ ഷോപ്പുകളിൽ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ മാസശമ്പളത്തിൽ 11,500 രൂപ സീലിംഗ് വെച്ച് 20% ബോണസ് നൽകുവാനും നിലവിൽ ലഭിച്ചു വരുന്ന എക്സ്പ്രസ് തുടർ നൽകാനും സ്വകാര്യ ആശുപത്രികളിൽ അനുബന്ധ മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് 7,000 സീലിംഗ് വെച്ച് 20% ബോണസും എക്സ്പ്രസ് നിലയിൽ 700 രൂപ നൽകാനും യൂണിയനുകളുടെ മാനേജ്മെന്റ് അസോസിയേഷൻ നൽകി ജില്ലാ ലേബർ സംസ്ഥാനത്തിൽ ചേർന്ന ചർച്ചയിൽ തീരുമാനമാവുകയാണ് ഉണ്ടായത്. നിലനിൽക്കുന്ന തൊഴിൽ പ്രശ്നങ്ങളാണ്. കണ്ണൂർ മെഡിക്കൽ കോളേജ് തിരക്കണ്ടി പ്രവർത്തനം ആരംഭിച്ചിട്ട് 20 വർഷത്തിലധികം ആയെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് നിയമാനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ അനുവദിച്ചു കൊടുക്കാറില്ല. 2013-ലും 2016-ലും 2020-ലും ശക്തമായ പ്രക്ഷോഭ സമരം നടത്തിയിട്ടുണ്ട്. മാനേജ്മെന്റ് നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചു വന്നിട്ടുള്ളത്. യൂണിയൻ പല ഘട്ടങ്ങളിലായി നിരവധി തവണ സ്ഥാപനത്തിൻ്റെ ജനറൽ മാനേജറുമായി ചർച്ച നടത്തിയിട്ടുണ്ട്. പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. 2024 സെപ്റ്റംബർ 9 സ്ഥാപനത്തിൽ നിന്ന് തൊഴിലാളികൾ പ്രതിഷേധ കൂട്ടായ്മ നടത്തി. CITU ജില്ലാ ജനറൽ സെക്രട്ടറി സഖാവ് K. മനോഹരൻ ആണ് ഉദ്ഘാടനം ചെയ്തത്. തുടർന്ന് വീണ്ടും മാനേജ്മെന്റായ ചർച്ചകൾ നടത്തി. അതിൻ്റെ പുറമെ ചില പ്രശ്നങ്ങൾ പരിഹരിച്ചു. അതിനാൽ റിസപ്ഷൻ തസ്തികയിൽ ജോലി ചെയ്യുന്ന സിബിക്ക് നിയമാനുസരിച്ചുള്ള എല്ലാ ആനുകൂല്യങ്ങളും നൽകാൻ നിർബന്ധിക്കപ്പെട്ടു. അതനുസരിച്ച് 1,83,000 രൂപ നൽകാനും ചെയ്തിട്ടുണ്ട്. പരീക്ഷയ്ക്കടക്കമുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. എന്നാൽ യൂണിയൻ ഉന്നയിച്ച മുഖ്യ പ്രശ്നമായ മിനിമം കൂലി ഇതേവരെ അനുവദിച്ചു കൊടുത്തിട്ടില്ല. തുടർന്ന് 2024 നവംബറിൽ യൂണിയൻ പ്രതിനിധികൾ ജനറൽ മാനേജറുമായി നടത്താൻ ചർച്ചയിൽ 2025 ജനുവരി മാസം മുതൽ വേതന വർധന നടപ്പിലാക്കുമെന്ന് യൂണിയൻ ഉറപ്പ് നൽകുകയും ചെയ്തു. എന്നാൽ ഇതേവരെ തൊഴിലാളികൾക്ക് തീരുമാനിച്ച വർധനവ് ലഭിച്ചിട്ടില്ല. ഇത് സംബന്ധിച്ച് മാനേജ്മെന്റും വീണ്ടും നോട്ടീസ് അയച്ചെങ്കിലും യാതൊരു പ്രതികരണവും ഇല്ലാത്ത സാഹചര്യത്തിൽ 2025 മെയ് 29 രാവിലെ 10 മണിക്ക് നൂറുകണക്കിന് ബഹുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. ധർണ CITU ജില്ലാ സെക്രട്ടറി സഖാവ് M. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അവകാശങ്ങൾ നേടിയെടുക്കുന്നവരെ തുടർ പ്രക്ഷോഭമല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല. മാനേജ്മെന്റ് ധിക്കാരപരമായ സമീപനം തിരുത്തും വരെ ശക്തമായ പോരാട്ടം തുടരുക തന്നെ വേണം. ഷെമി ഹോസ്പിറ്റൽ തലശ്ശേരി ഷെമി ഹോസ്പിറ്റൽ ഉടമ ഡോക്ടർ കാസിം തൊഴിലാളികളോട് യൂണിയനോട് ആലോചിക്കാതെ ശ്രീ പ്രേമരാജൻ എന്നവർക്ക് 5 വർഷത്തേക്ക് നടത്തിപ്പ് നൽകുകയും ശ്രീ പ്രേമരാജൻ സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ മീറ്റിംഗ് വിളിച്ചു ചേർക്കുകയും തൊഴിലാളികൾക്ക് ഗവൺമെന്റ് നിശ്ചയിച്ച മിനിമം വേജ് ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും അനുവദിച്ച് തരാമെന്ന് വാക്കാൽ പറയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾ ജോലി ചെയ്യുകയായിരുന്നു. എന്നാൽ അദ്ദേഹം തൊഴിലാളികളെ മോഹിപ്പിച്ച
വാഗ്ദാനങ്ങളൊന്നും തന്നെ നിറവേറ്റാൻ സ്ഥിതിയാണ് പിന്നീട് ഉണ്ടായത്. മാസശമ്പളം കൃത്യമായി നൽകാതെ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന സമീപ രീതിയായിട്ടാണ് വേമരാജൻ മുന്നോട്ട് പോയത്. ജോലി ചെയ്ത ശമ്പളത്തിന് വേണ്ടി നിരവധി തവണ വേമരാജനെ ആവശ്യപ്പെട്ടെങ്കിലും നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. നാടത്തിയിട്ട് പ്രേമരാജനെതിരെ യൂണിയന്റെ നേതൃത്വം ശക്തമായ സമരം ആരംഭിച്ചു. ആയത് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നെങ്കിലും തൊഴിലാളികൾക്ക് ജോലി ചെയ്ത കാലയളവിൽ ശമ്പളം അനുവദിക്കുകയുണ്ടായില്ല. അതിൻ്റെ ഫലമായി സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കാൻ തൊഴിലാളികൾ അനുവദിക്കാതിരിക്കുകയാണുണ്ടായത്. അതിനിടയിൽ യഥാർത്ഥ ഉടമ ഡോക്ടർ കാസിം പ്രേമരാജനോട് സ്ഥാപനം തിരിച്ചേൽപ്പിക്കാൻ ആവശ്യപ്പെടുകയുണ്ടായി. എന്നാൽ പ്രേമരാജൻ ആയത് അംഗീകരിക്കാത്ത പശ്ചാത്തലത്തിൽ ഡോക്ടറും കോടതിയെ കേസ് ഫയൽ ചെയ്യുകയായിട്ടാണ് പ്രേമരാജനെതിരെ. തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഗ്രാറ്റുവിറ്റിയില്ല, ജോലി ചെയ്ത കാലയളവിൽ ശമ്പളവുമില്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ഗ്രാറ്റുവിറ്റിക്ക് വേണ്ടി ഡോക്ടർ കാസിം അവരുടെ വീട്ടിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയുണ്ടായി. കാസിം ഡോക്ടർ ഇപ്പോൾ നടത്തിപ്പിന് കൊടുത്ത പ്രേമരാജനെതിരെ ഫയൽ ചെയ്തിരിക്കുന്നു. പ്രേമരാജൻ സ്ഥാപനം തിരികെ എത്തിച്ചതിന് ശേഷം സ്ഥാപനത്തിൽ തൊഴിലാളികൾക്ക് നൽകേണ്ട ഗ്രാറ്റുവിറ്റി അടക്കമുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തു തീർക്കുമെന്നാണ് യൂണിയനെ അറിയിച്ചത്. നിരാലംബരായ തൊഴിലാളികൾ ജോലി ചെയ്ത ശമ്പളത്തിന് വേണ്ടി പിണറായിയുള്ള പ്രേമരാജൻ്റെ വീട്ടിലേക്ക് പോവുകയുണ്ടായി. വീട്ടിൽ പോയെങ്കിലും അദ്ദേഹത്തെ കാണാത്തതിനെ തുടർന്ന് വരികയാണ് ഉണ്ടായത്. അതിനുശേഷം പോലീസ് കള്ളപ്പരാതി നൽകി തൊഴിലാളികളെ ദ്രോഹിക്കുന്ന സമീപന രീതിയാണ് ഉണ്ടായത്. പ്രേമരാജൻ പോലീസിലെ കള്ളപ്പരാതിയുടെ അടിസ്ഥാനത്തിൽ തൊഴിലാളികൾക്കെതിരെ കേസെടുക്കുകയും അതിൻ്റെ ഫലമായി തൊഴിലാളികൾ ജാമ്യം എടുക്കേണ്ടി വന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കേസ് നടന്നു വരികയാണ്. ജോലി ചെയ്ത ശമ്പളത്തിന് വേണ്ടിയുള്ള പ്രേമരാജൻ്റെ പേരിൽ തൊഴിലാളികൾ കേസ് കൊടുത്തെങ്കിലും ആയത് ഇപ്പോഴും തുടരുകയാണ്. ഒരു സ്ഥാപനം നടത്തിപ്പിന് കൊടുക്കുമ്പോൾ ദീർഘവീക്ഷണമില്ലാതെ ചെയ്ത ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമാണ് തൊഴിലാളികൾ ഇന്ന് അനുഭവിക്കുന്നത്. മാത്രമല്ല നടത്തിപ്പിന് കൊടുത്ത യഥാർത്ഥ ഉടമയുടെയും അനുഭവിക്കുന്നത്. ഇതൊക്കെ ആണ് സെമി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ അവസ്ഥ. സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം. കേരളത്തിലെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് 8 കേന്ദ്രങ്ങളായി എല്ലാ ജില്ലകളിലും തൊഴിലാളി മാനേജ്മെന്റ് പ്രതിനിധികളുമായി മിനിമം വേജ് കമ്മിറ്റി തെളിവെടുപ്പ് നടത്തിയെന്നും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രതിനിധികൾ നിഷേധാത്മകമായ നിലപാട് മൂലം സമവായത്തിലെത്താൻ കഴിഞ്ഞില്ല. ഏറ്റവും ചുരുങ്ങിയ അടിസ്ഥാന ശമ്പളം 26,000 രൂപ എന്നതിന് പകരം 23,650 രൂപ അടിസ്ഥാന ശമ്പളം നൽകാൻ ലേബർ കമ്മീഷണർ നിർദ്ദേശിച്ചത് ട്രെയിനിങ്ങുകൾ അംഗീകരിക്കുന്ന ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വിസമ്മതം പ്രകടിപ്പിക്കുകയാണ്. തീരുമാനത്തിൽ ഒപ്പിടാൻ തയ്യാറാകാതിരിക്കുകയാണ് ഉണ്ടായത്. ശമ്പള പരിഷ്കരണം ഇനിയും എത്താതെ അനിശ്ചിതമായി നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് നമ്മുടെ യൂണിയൻ വേതന വർധനയ്ക്ക് വേണ്ടി ഡിമാൻഡ് നോട്ടീസ് മാനേജ്മെന്റുകൾക്ക് അയച്ചത്. അത് സംബന്ധിച്ച് ചർച്ച നടന്നു വരികയാണ്. തീരുമാനം ആയില്ലെങ്കിൽ ശക്തമായ സമരത്തിന് തയ്യാറെടുക്കേണ്ടി വരും. കേശപാട് വിതരണവും പഠന ക്ലാസ് SSLC+2 പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിൽ നിന്ന് A+ നേടിയ യൂണിയൻ മെമ്പർമാരുടെ മക്കളെ അനുമോദിക്കും. അതിൻ്റെ ഫലമായി കേശപാടും ഉപകാര സമൂഹവും നൽകി വരാറുണ്ട്. കുട്ടികൾക്ക് തുടർ പഠനത്തിൽ പ്രോത്സാഹനവും പ്രചോദനവും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു ചടങ്ങ് യൂണിയൻ സംഘടിപ്പിച്ചു വരുന്നത്. അനുമോദന സദസ്സിൽ മെമ്പർമാരും കുടുംബാംഗങ്ങളും അടക്കം നല്ല പങ്കാളിത്തം ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ 3 വർഷത്തെ അവാർഡ് ലഭിച്ച വിവരം ചൂണ്ടിക്കൊടുക്കുന്നു. 2002 കേശവാർഡ് SSC വിഭാഗത്തിൽ 8 പേരും +2 വിഭാഗത്തിൽ 6 പേരുമാണ് അർഹത നേടിയിട്ടുള്ളത്. ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി MLA ആണ് ഉദ്ഘാടനം ചെയ്ത് അവാർഡ് വിതരണവും ഉപകാര സമർപ്പണം നിർവഹിച്ചിട്ടുണ്ട്. തുടർന്ന് പഠന ക്ലാസ് സംഘടിപ്പിക്കുകയുണ്ടായി. ജാതി, മതം, വർഗീയത എന്ന വിഷയങ്ങളെ സംബന്ധിച്ച് യൂണിയൻ പ്രസിഡന്റ് സഖാവ് P. ഹരിദാസൻ ക്ലാസ് എടുക്കുകയുണ്ടായി. അവകാശ പ്രഖ്യാപന കൺവെൻഷനും കേശവാർഡ് വിതരണം 23/7/21 ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിലും മെഡിക്കൽ ഷോപ്പുകളിലും അനുബന്ധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ മനുഷ്യത്വരഹിതമായ കൊടിയ ചൂഷണത്തിന് ഇരയാകുകയാണ്. നിയമപരമായി അംഗീകരിക്കപ്പെട്ട മിനിമം കൂടി പോലും പല സ്ഥാപനങ്ങളിൽ നിഷേധിക്കപ്പെടുകയാണ്. ജീവനക്കാരുടെ ന്യായമായ അവകാശങ്ങൾ അനുവദിച്ചു കിട്ടുന്നതിന് വേണ്ടി അവകാശ പ്രഖ്യാപന കൺവെൻഷനും അതോടൊപ്പം 2023 മുതൽ SSLC+2 പരീക്ഷ എല്ലാ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കി യൂണിയൻ മെമ്പർമാരുടെ മക്കൾക്കുള്ള കേശവാർഡ് ഇതിനും ഉപകാര സമർപ്പണം നൽകേണ്ടതായി. CIT സംസ്ഥാന കമ്മിറ്റി അംഗം സഖാവ് MV ജയരാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയും അവാർഡ് ജേതാക്കളെ അനുമോദിക്കുകയും ആശംസകൾ നേടുകയും ചെയ്തു.
കേശവാട് വിതരണം ഉപകാര സമർപ്പണം CIT സംസ്ഥാന സെക്രട്ടറി ആദരണീയനായ സഖാവ് KP സഹോദരൻ അപകടം നിർവഹിച്ചു. 2021 SSC വിഭാഗത്തിൽ 9 പേരും +2 വിഭാഗത്തിൽ 2 പേരുമാണ് അവാർഡിന് അർഹരായിട്ടുള്ളത്. മൊത്തം 11 പേര്. കേശവാട് വിതരണം 10ാം ക്ലാസ്സും 2024 SSC +2 പരീക്ഷയിലെ എല്ലാ വിഷയങ്ങളും കരസ്ഥമാക്കിയ യൂണിയൻ മെമ്പർമാരുടെ മക്കൾക്കുള്ള കേശവാട് വിതരണം ഉപകാര സമർപ്പണം 2024 ജൂലൈ 21 SSC വിഭാഗത്തിൽ 14 പേരും +2 വിഭാഗത്തിൽ 8 പേരാണ് അവാർഡിന് അർഹരായത്. CIT സംസ്ഥാന സെക്രട്ടറി സഖാവ് KP സഹോദരൻ അവർ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം കേശവാട് വിതരണം ഉപകാരം നിർവഹിക്കുന്നുണ്ടായി. അവാർഡ് ജേതാക്കളെ അനുമോദിക്കുകയും ചെയ്തു. ആരോഗ്യമേഖലയിലെ തൊഴിൽ നിയമങ്ങളും തൊഴിലാളികളുടെ അവകാശങ്ങളും സംബന്ധിച്ച് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് K. വേലായുധൻ ക്ലാസ്സിലെത്തുകയും ചെയ്തു. സ്നേഹസംഗമം നമ്മുടെ യൂണിയൻ്റെ നേതൃത്വത്തിൽ 2024 മാർച്ച് 3 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് മുതൽ ഒരു സ്നേഹസംഗമം കണ്ണൂർ ശ്രീകണ്ഠൻ സ്മാരക ഹാളിൽ സംഘടിപ്പിക്കുകയുണ്ടായി. യൂണിയൻ അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും ഏറെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയുമാണ് ഒത്തുചേർന്ന ഒരു പരിപാടിയായിരുന്നു സ്നേഹസംഗമം. സമീപകാലത്ത് നമ്മുടെ ജില്ലയിൽ ഉയർന്നു വന്ന എല്ലാ തൊഴിൽ പ്രശ്നങ്ങളിലും ശക്തമായും സജീവമായും യൂണിയൻ്റെ ഇടപെടലിലൂടെ ഈ രംഗത്തെ തൊഴിലാളികൾക്കും ജീവനക്കാർക്കും നിരവധി നേട്ടങ്ങൾ നേടിയെടുക്കാൻ കഴിഞ്ഞ സന്തോഷത്തോടെയും അഭിമാനത്തോടുകൂടിയാണ് എല്ലാവരും ഒത്തുചേർന്നത്. ഈ സ്നേഹസംഗമത്തിൽ നമ്മുടെ മെമ്പർമാരും കുടുംബാംഗങ്ങളും ഒറ്റക്കും കൂട്ടായും ഒട്ടേറെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ടായി. പൊതുവെ യൂണിയൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്നേഹസംഗമം ആവേശകരമായിരുന്നു. സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തത് CIT സംസ്ഥാന കമ്മിറ്റി സഖാവ് MV ജയരാജനും കലാപരിപാടി അവതരിപ്പിച്ച എല്ലാവർക്കും സമ്മാനം നൽകിയത് ആദരണീയനായ CIT സംസ്ഥാന സെക്രട്ടറി സഖാവ് KP സഹോദരൻ അവர்களுമാണ്. സെക്രട്ടേറിയറ്റ് മാർച്ച് കേരളത്തിലെ സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ 2017 മിനിമം വേജ് ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക, പ്രൈവറ്റ് ഹോസ്പിറ്റൽ എംപ്ലോയീസ് ആക്ട് ഉടൻ പുറപ്പെടുവിക്കുക, കരാർ സമ്പ്രദായങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എംപ്ലോയീസ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ 2021 ഏപ്രിൽ 27 സെക്രട്ടേറിയറ്റ് മാർച്ചും അതിൻ്റെ ഭാഗമായി നടന്ന വാഹന പ്രദർശന ജാഥയിലും ജാഥാ സ്വീകരണത്തിൽ നമ്മുടെ യൂണിയൻ സജീവമായി പങ്കെടുത്തിട്ടുണ്ട്. 2021 ഏപ്രിൽ 14 കാസർഗോഡ് വെച്ച് അന്നത്തെ CIT സംസ്ഥാന വൈസ് പ്രസിഡന്റും ഇന്നത്തെ പ്രസിഡന്റുമായ സഖാവ് TP രാമകൃഷ്ണൻ MLA ആണ് ജാഥ ക്യാപ്റ്റനായ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി സഖാവ് A. മാധവന് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ആവേശകരമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് തിരുവനന്തപുരം സമാപിച്ചത്. നമ്മുടെ ജില്ലയിൽ 3 കേന്ദ്രങ്ങളായി ജാഥ സ്വീകരണം ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. തളിപ്പറമ്പ്, കണ്ണൂർ, തലശ്ശേരി എന്നീ ഏരിയകളിലാണ് ജാഥാ സ്വീകരണം ഉണ്ടായത്. തളിപ്പറമ്പ് ഒഴികെ കണ്ണൂരിലും തലശ്ശേരിയും സ്വീകരണ പരിപാടി ആവേശകരമായിരുന്നു. 27/4/24 നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ നമ്മുടെ ജില്ലയിൽ നിന്ന് 42 പേരെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. മാർച്ച് CIT സംസ്ഥാന സെക്രട്ടറി സഖാവ് PP ചിത്രരഞ്ജനാണ് ഉദ്ഘാടനം ചെയ്തത്. ലേബർ ഓഫീസ് മാർച്ച് സ്വകാര്യ ആശുപത്രി ജീവനക്കാരുടെ ശമ്പള കുടിശ്ശിക അനുവദിക്കുക, മെഡിക്കൽ ഷോപ്പ് തൊഴിലാളികളുടെ പരിഷ്കരിച്ച മിനിമം വേതനത്തിൽ ഉടൻ പുറപ്പെടുവിക്കുക, എല്ലാ ജീവനക്കാർക്കും ക്ഷേമനിധി നടപ്പിലാക്കുക, ലേബർ എൻഫോഴ്സ്മെന്റ് പ്രവർത്തനം കാര്യക്ഷമമാക്കുക എന്നീ എല്ലാ ജീവനക്കാർക്കും ക്ഷേമനിധി നടപ്പിലാക്കുക, ഏജൻസി മുഖാന്തരം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് മിനിമം വേജ് ഉൾപ്പെടെ എല്ലാ ആനുകൂല്യങ്ങളും അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എംപ്ലോയീസ് ഫെഡറേഷന്റെ ആഹ്വാനം അനുസരിച്ച് സംസ്ഥാന വ്യാപകമായി ജില്ലാ ലേബർ ഓഫീസർക്ക് മുന്നിൽ 2021 സെപ്റ്റംബർ 21 മാർച്ച് നടത്തിയിട്ടുണ്ട്. കണ്ണൂരിൽ നടന്ന മാർച്ച് CIT ജില്ലാ സെക്രട്ടറി സഖാവ് M. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാർച്ചിലും ധർണയിലും നല്ല പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. ജില്ലാ കൺവെൻഷൻ മെഡിക്കൽ ഷോപ്പ് തൊഴിലാളികളുടെ മിനിമം വേജ് പുതുക്കി നിശ്ചയിച്ചുകൊണ്ട് 2024 നവംബർ 26 ഗവൺമെൻറ് ഉത്തരവ് സംബന്ധിച്ച് വിശദീകരിക്കുന്നതിനും ആയിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി മാനേജ്മെന്റ് നോട്ടീസ് അയക്കുന്നതിനും വേണ്ടി മെഡിക്കൽ ഷോപ്പ് തൊഴിലാളികളുടെ ജില്ലാ കൺവെൻഷൻ 2004 ഡിസംബർ 15 കണ്ണൂർ ശ്രീകണ്ഠൻ സ്മാരക മന്ദിരത്തിൽ ചേരുകയുണ്ടായി. കൺവെൻഷൻ CIT സംസ്ഥാന സെക്രട്ടറി സഖാവ് KP സഹോദരൻ ഉദ്ഘാടനം ചെയ്തു. കൺവെൻഷൻ ഡിസംബർ മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകണമെന്ന് ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. ദേശീയ പണിമുടക്ക് നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളെയും കർഷകരെയും ബാധിക്കുന്ന പതിവേറിയ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ജൂലൈ 9 നടന്ന ദേശീയ പണിമുടക്കിൽ
അവശ്യ വിഭാഗം നൽകി സ്വകാര്യ ആശുപത്രിയിലും മെഡിക്കൽ ഷോപ്പുകളിലും അനുബന്ധ സ്ഥാപന മേഖലയിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളെ ഒഴിവാക്കിയെങ്കിലും പ്രതിരോധ പ്രവർത്തനങ്ങളിലും ജാഥാ സ്വീകരണത്തിലും യൂണിയന്റെ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. പണിമുടക്ക് ദിവസം ഐക്യദാർഢ്യം ബാധിച്ചിരിക്കുകയാണ് സ്ഥാപനത്തിലെ തൊഴിലാളികൾ എല്ലാവരും ജോലിക്ക് കയറിയത്. പണിമുടക്ക് ദിവസം നടന്ന ഓഫീസിലും സമര കേന്ദ്രത്തിൽ നടന്ന പൊതുയോഗത്തിലും യൂണിയന്റെ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. ദേശീയ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണമായിരുന്നു. സമ്മേളനങ്ങൾ കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ CIT-യുടെ 11ാം സംസ്ഥാന സമ്മേളനം 2022 ആഗസ്റ്റ് 21 എറണാകുളം MC ജോസഫൻ നഗറിൽ അധ്യാപക ഭവൻ ഓഡിറ്റോറിയം വെച്ച് നടക്കുകയുണ്ടായി. ഫെഡറേഷൻ പ്രസിഡന്റ് സഖാവ് M അനിൽകുമാർ പതാക ഉയർത്തി. CIT സംസ്ഥാന പ്രസിഡന്റ് സഖാവ് ആനത്തലം വട്ടൻ ആനന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ 158 പ്രതിനിധികൾ പങ്കെടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചത് നമ്മുടെ ജില്ലയാണ്, 34 പേർ. സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടുകളിൽ പൊതുചർച്ചയിൽ കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച അഡ്വക്കേറ്റ് വിനോദ്കുമാറും CK പ്രശീലകുമാരിയും പങ്കെടുത്തിട്ടുണ്ട്. ഫെഡറേഷൻ്റെ പുതിയ ഭാരവാഹികളായി സജി സെക്രട്ടറി പ്രസിഡന്റ് A മാധവൻ, ജനറൽ സെക്രട്ടറി VV ബാലകൃഷ്ണൻ, 11 ഭാരവാഹികളുടെയും സെക്രട്ടറി VV ബാലകൃഷ്ണൻ, ട്രഷററായി 11 ഭാരവാഹികൾ നടക്കുന്ന 40 അംഗ സംസ്ഥാന കമ്മിറ്റിയാണ് സമ്മേളനം തെരഞ്ഞെടുത്തത്. റിപ്പോർട്ട് കാര്യാലയത്തിൽ CIT കണ്ണൂർ ജില്ലാ സമ്മേളനം നടന്നത് 2022 ഒക്ടോബർ 15 ശ്രീകണ്ഠപുരത്ത് വെച്ച് നടന്നു. സമ്മേളനത്തിൽ നമ്മുടെ സംഘടനയിൽ നിന്ന് 4 പ്രതിനിധികൾ ആണ് പങ്കെടുത്തത്. ജനറൽ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിനുള്ള ചർച്ച സഖാവ് M വിനോദ്കുമാർ പങ്കെടുത്തിട്ടുണ്ട്. CIT ആഹ്വാനം ചെയ്യുന്ന എല്ലാ പ്രക്ഷോഭ പരിപാടികളിലും യൂണിയന്റെ പങ്കാളിത്തം ഉണ്ടാകാറുണ്ട്. സാർവദേശീയ തൊഴിലാളി ദിനമായ മെയ് റാലി ഉണ്ടാകാറുണ്ട്. എന്നാൽ സാധ്യതക്കനുസരിച്ച് പങ്കാളിത്തം ഉണ്ടാകാറില്ല. CIT ഫണ്ടിനത്തിൽ നിശ്ചയിച്ച കോട്ട സമയബന്ധിതമായി പൂർത്തീകരിച്ചു കൊടുക്കാറുണ്ട്. 2022 84,000 രൂപയും 2022 84,000 2024 50,000 രൂപയും 56,000 രൂപയും നൽകിയിട്ടുണ്ട്. CIT സന്ദേശം റിപ്പോർട്ടുകാരുകളിൽ 505 പരിക്കാരെ ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാലാവധി കഴിഞ്ഞിരിക്കാതെ കഴിഞ്ഞവരെ പുതുക്കാനും പുതിയ പരിക്കാരെ ചേർക്കാനുള്ള പ്രവർത്തനം നടന്നു വരികയാണ്. വാർഷിക ഓഡിറ്റ് അഫിലിയേഷൻ മാർച്ച് 31 പൂർത്തീകരിച്ച് നൽകാറുണ്ട്. തോട്ടട ESI ആശുപത്രിയിലെ ആധുനിക ചികിത്സാ സംവിധാനം ഏർപ്പെടുത്തുക, ആശുപത്രിയെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CIT ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചിൽ തന്നെ നമ്മുടെ യൂണിയൻ നല്ല പങ്കാളിത്തം ഉണ്ടാകുന്നുണ്ട്. EPCന്റെ കണ്ണൂർ താമരക്കരയിലെത്തിയതിനെതിരെ തൊഴിലാളികളെയും താങ്കൾ തൊഴിലാളി ഉടമകളും നടത്തി വന്ന സമരത്തിന് അഭിവാദ്യം ചെയ്യുകയും അതിൻ്റെ ഭാഗമായി 28/3/20 നടന്ന മനുഷ്യശങ്കരയിൽ നമ്മുടെ യൂണിയൻ 22 പേരെ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. ക്യൂബക്കെതിരെ US സാമ്രാജ്യത്വ വിരോധത്തിനെതിരെ 9/6/21 വൈകുന്നേരം നടന്ന ക്യൂബൻ ഐക്യദാർഢ്യ തൊഴിലാളി കൂട്ടായ്മയിൽ യൂണിയന്റെ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. 2022 ജൂലൈ 5 ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി നടന്ന വടക്കൻ മേഖല ജാഥയ്ക്ക് 27/6/21 ഏരിയകളിൽ നടന്ന സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കുകയും ജാഥാരിയെ ഹാരമണിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 38 മാസക്കാലത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഏകദേശ വിവരമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് കഴിഞ്ഞത്. നേട്ടക്കോട്ടങ്ങളെക്കുറിച്ച് സ്വയം വിമർശനപരമായ പരിശോധന പ്രതിനിധികളിൽ നിന്ന് ഉണ്ടാവണമെന്നും ഇത്തരം പരിശോധനയ്ക്ക് നിങ്ങൾ തയ്യാറാവണമെന്നും പ്രതീക്ഷിക്കുന്നു. ഭാരിച്ച ഉത്തരവാദിത്തം എടുക്കാൻ ഇന്ത്യൻ തൊഴിലാളി വർഗം നിർബന്ധിതമാകുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ അതിലൊരു പങ്ക് വഹിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. സംഘടനയെ ശക്തിപ്പെടുത്തിയാൽ മാത്രമേ ആ ബാധ്യത നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മേഖലയിലെ അവകാശ നിഷേധങ്ങൾക്കെതിരെ അതിശക്തമായ പ്രക്ഷോഭങ്ങൾ അനിവാര്യമാണ്. സംഘടനാ പ്രവർത്തനത്തിൽ
അംഗത്വങ്ങളുടെ അർപ്പണ മനോഭാവത്തോടെയുള്ള പങ്കാളിത്തം കൊണ്ട് മാത്രമേ നമുക്ക് അവകാശങ്ങൾ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഉത്തരവാദിത്തം നിറവേറ്റാൻ സംഘടനാ നേതാക്കന്മാരും പ്രവർത്തകരും അംഗങ്ങളും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതുണ്ട്. സ്വകാര്യ ആശുപത്രികളിലും മെഡിക്കൽ ഷോപ്പുകളിലും അനുബന്ധ മേഖലയിൽ ജോലി ചെയ്യുന്ന നിരവധി തൊഴിലാളികൾ സംഘടനയ്ക്ക് വെളിയിൽ നിൽക്കുന്നുണ്ട്. ഇവരെ കൂടി സംഘടിപ്പിച്ച് തൊഴിലാളികളുടെ അവകാശബോധം വളർത്തി സംഘടനയിൽ അണിനിരത്തുകയും ചെയ്യേണ്ടത് അടിയന്തര പ്രാധാന്യമുള്ള കാര്യമാണ്. ഈ വിഷയം കൂടി നമ്മുടെ ജില്ലാ സമ്മേളനം ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. നമ്മുടെ ജില്ലയിൽ സംഘടന ശക്തിപ്പെടുത്തുന്നതിന് എല്ലാ മേഖലകളിലേക്കും സംഘടനാ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ റിപ്പോർട്ട് നിങ്ങളുടെ ചർച്ചയ്ക്കും അംഗീകാരത്തിനുമായി സമർപ്പിക്കുന്നു. അഭിവാദ്യങ്ങളോടെ.